ദില്ലിയിൽ എയർ ഇന്ത്യ വിമാനം 900 അടിയിലേക്ക് താഴ്ന്നതിൽ അന്വേഷണം ആരംഭിച്ച് DGCA. ടേക്ക് ഓഫിന് പിന്നാലെ നിയന്ത്രണം വിട്ടാണ് വിമാനം താഴ്ന്നതെന്നാണ് വിവരം. ദില്ലി വിയന്ന ബോയിങ് 777 വിമാനമാണ് അപകടത്തിലേക്ക് നീങ്ങിയത്. ATCയുടെ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം 36 മണിക്കൂറിനിടെയായിരുന്നു അപകടമുണ്ടായത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമ്മി, ജൂൺ 12-ാം തീയതി അഹമ്മദാബാദിൽ AI-171 ബോയിങ് വിമാനം തകർന്നു വീണ 36 മണിക്കൂറിനിടയിലാണ് എയർ ഇന്ത്യയുടെ മറ്റൊരു ബോയിങ് വിമാനം അപകടത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും ATCയുടെയും അതോടൊപ്പം പ്രത്യേക സംവിധാനമായിട്ടുള്ള GPWSന്റെയും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വലിയ അപകടത്തിൽ നിന്നും തലനാരിഴക്കാണ് ഈ വിമാനം രക്ഷപ്പെട്ടതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത്. ജൂൺ 14-ാം തീയതി പുലർച്ചെ 2:56-ന് ദില്ലിയിൽ നിന്നും വിയന്നയിലേക്ക് നിരവധിയായിട്ടുള്ള യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനമാണ് ഇത്തരത്തിൽ പറന്നുയർന്ന ഉടനെ തന്നെ 900 അടി താഴ്ചയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുകയും പിന്നീട് ATCയിൽ നിന്നടക്കം കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയും വലിയ സന്ദേശം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ DGC ഒക്കെ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കാലാവസ്ഥ മോശമായതാണ് ഇത്തരത്തിൽ വിമാനം പറന്നുയർന്ന ഉടനെ താഴ്ന്നു വന്നതും അതോടൊപ്പം വിമാനം നിയന്ത്രിച്ചതിൽ വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ DGCയുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഈ പൈലറ്റുമാരെ രണ്ടുപേരെയും ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ജീവനക്കാർ, അതായത് ഈ പൈലറ്റുമാർ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും പിന്നീട് ഈ വിയറ്റ്നയിൽ സുരക്ഷിതമായി തന്നെ ഈ പറക്കൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എയർ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും സ്റ്റിക് ഷേക്കറിൽ നിന്നുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ നിർദ്ദേശം നൽകുകയും പിന്നീട് അടിയന്തര ഘട്ടത്തിൽ ഈ വിമാനം ഉയർന്നു പൊന്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് എന്തായാലും വലിയ ദുരന്തം ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ 36 മണിക്കൂറിനിടെയാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനം കൂടി അപകടത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയായി പുറത്തു വരുന്നത്. എന്തായാലും DGCയെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഈ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പൈലറ്റുമാരിൽ നിന്നും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും DGCയെ വിളിച്ചു വരുത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന കാര്യങ്ങൾ കൂടി നിർദ്ദേശമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷമ്മി.